ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയെ പിന്തുടർന്നുകൊണ്ട് നയനയും ഓട്ടോയിൽ പോകുന്നുണ്ട്. ദേവയാനി മാരാർ വക്കീലിനെ കണ്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. മാരാർ വക്കീൽ നന്ദുവിനെ കൊണ്ട് പറയുന്നുണ്ട്, അവളൊരു മിടുക്കി പെൺകുട്ടിയാണ്. ഇനിയെങ്കിലും ദേവയാനിക്ക് ഈ ഒളിച്ചു കളി അവസാനിച്ചു കൂടെ, അവരെല്ലാവരും നല്ല പെൺകുട്ടികളാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിന് സമയമായിട്ടില്ല അങ്കിൾ. ഒരേ സമയം മരുമകളെ വെറുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയാണ് നീ ഇപ്പോൾ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, ആരും അറിയാതെ അവളെ ഞാനിപ്പോൾ എൻ്റെ ആദർശിനേക്കാളും സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെ നയന കാണുന്നുണ്ട്. നയനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടേക്ക് അനാമിക അവളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അത് കാണുന്ന ആനി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ജയിലിൽ പോയി നന്ദുവിനെ കണ്ടിട്ടാണോ വരുന്നത് എന്ന്. ഏതായാലും ആനി അവളെ നന്നായി പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നന്ദുവിനെ പുകഴ്ത്തി സംസാരിക്കുന്നുമുണ്ട്. അവളുടെ അരികിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കോ നിൻ്റെ വീട്ടുകാർക്കോ ഇല്ല. അപ്പോൾ അനാമിക കോപം കൊണ്ട് വിറക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ് ഞാൻ. വെറുതെ അവളെ പൊക്കി പറഞ്ഞ് എന്നെ ചൊടിപ്പിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ അനി പറയുന്നുണ്ട്, നീ ചൊടിച്ചാലും എനിക്കൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും. ഓ, വലിയ കാര്യത്തിൽ അവളുടെ വീട്ടിലേക്ക് പോയതാ. അവളുടെ അച്ഛൻ സന്തോഷ വാർത്തയുമായിട്ട് വരുമെന്ന് കരുതി. അയാൾക്ക് കോടതിയിൽ നിന്ന് തല്ലു കിട്ടാതിരുന്നത് ഭാഗ്യം. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ നിൻ്റെ ആരാടാ എന്ന്. അപ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങേര് ശരിയല്ല, അങ്ങേരുടെ ഭാര്യയും, അതുകൊണ്ടാണ് നീ ഇങ്ങനെയായി പോയത്. ഇതൊക്കെ പറഞ്ഞ് അവർ പരസ്പരം തർക്കിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയന ഓഫീസിലിരുന്ന് അമ്മയെ പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ സംശയിക്കുന്നുണ്ട്, ഏതാണ്ട് അമ്മയ്ക്ക് ഞാനാ കരൾ കൊടുത്തതെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് തെളിവ് സഹിതം മനസ്സിലാക്കണം എന്നൊക്കെ മനസ്സിലിങ്ങനെ തീരുമാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും ഫ്രണ്ട്സിനെയുമാണ്. അവരേതായാലും പറഞ്ഞതുപോലെ തന്നെ രാത്രി വേണുവിൻ്റെ മതിൽ ചാടി പിന്നാമ്പുറത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമത്തിലാണ്. ഒരനുഭവമുള്ളത് കൊണ്ട് കോളിംഗ് ബെൽ അടിച്ചാലും വാതിൽ തുറക്കില്ലെന്ന് നന്ദുവിനറിയാം. അങ്ങനെ അവർ ഉള്ളിൽ കയറി ശബ്ദമുണ്ടാക്കി. അപ്പോൾ ഉറങ്ങിക്കിടന്ന വേണുവും രേവതിയും ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ നന്ദുവും ഫ്രണ്ട്സും ചേർന്ന് അവരെ നന്നായി അടിച്ചൊതുക്കുന്നുണ്ട്. എന്നിട്ട് പോകാൻ നേരം നന്ദു തൻ്റെ മുഖം അവരെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആരാ അടിച്ചതെന്ന് മനസ്സിലായോ? ചെയ്യാത്ത കുറ്റത്തിനല്ലേ താൻ എനിക്കെതിരെ കേസ് കൊടുത്തത്? ഇനി ശരിക്കും തെറ്റ് ചെയ്തതിനെതിരെ കേസ് കൊടുക്കുക. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ 3 പേരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നിങ്ങൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും പാലിൽ വിഷം ചേർത്തത് ഉൾപ്പെടെ ഞാനെടുത്ത് വലിച്ചു പുറത്തിടും. ഏതായാലും നല്ല തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നന്ദുവും ഫ്രണ്ട്സും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ രേവതി കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, അയ്യോ എനിക്ക് വയ്യേ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കും മനുഷ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയാലല്ലേ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂ എന്നും പറഞ്ഞ് വേണുവും നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കാത്തു നിൽക്കുന്ന വേണുവിനെയും കനകയെയുമാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിനക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകണമെന്നൊന്നുമില്ലേ? ഇത് ഇനി കേസാകുമോ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, കേസാകുന്നുണ്ടെങ്കിൽ കേസാകട്ടെ അച്ഛാ. അവർ അത്രമേൽ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അവർക്കൊരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാകില്ല. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി അടുക്കളയിൽ നിന്ന് നല്ല ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നയന വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ചായ നിനക്ക് ഞാൻ റൂമിൽ കൊണ്ടുതരും. നീ എന്നെ സഹായിക്കാനും വരണ്ട. നീ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല. ദേവയാനി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നയനക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചിരിക്കുന്നത്? ഒരുമാതിരി കളിയാക്കുന്നത് പോലെ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഒന്നുമില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും രാത്രി അടി കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാ എന്ന് ഇവർക്കറിയാമെന്ന് നയനയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് നയന. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, കേസാക്കണയോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം വല്യമ്മേ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ നല്ലവണ്ണം ചതവ് പറ്റിയിട്ടുണ്ടോ അവർക്ക്? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നല്ലവണ്ണം ചതവ് പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.